ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 150 ദിവസം പിന്നിട്ടു. ഇന്ന് 151ാമത്തെ ദിവസമാണ്. ഭഗവത്ഗീത 13ാം അധ്യായം അതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഭാഗത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണം? കുറച്ച് കാര്യങ്ങൾ നമ്മൾ 4-5 എണ്ണം പരിചയപ്പെട്ടു. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. 13ാം അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. 20 ലക്ഷണങ്ങളാണ്, 20 ഗുണങ്ങളാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. അതിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം അജ്ഞാനത്തിൻ്റെ, അവിദ്യയുടെ ലക്ഷണമായി കാണണം എന്നും ഭഗവാൻ പറഞ്ഞു. നമ്മൾ ആദ്യം പരിചയപ്പെട്ടത് അമാനിത്വം, അദംഭിത്വം, അതുപോലെ അഹിംസ, ക്ഷാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം. 5 വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൗചം, സ്ഥൈര്യം, സ്ഥിരത, പിന്നെയോ ആത്മവിനിഗ്രഹ. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആത്മവിനിഗ്രഹം എന്നുള്ളത് ആത്മാനം വിശേഷേണ നിതാന്തം ഗൃഹ്യതേ ഇതി ആത്മവിനിഗ്രഹ എന്നാണ്. എന്താണ്? തനിക്ക് തന്നെ വളരെ അനായാസേന മറ്റൊരു ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംഘർഷം കൂടാതെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ സാധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മവിനിഗ്രഹ എന്ന് പറയുന്നത്. മറ്റാരും പറയേണ്ടതില്ല, മറ്റാരും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. ഇത് ഭാര്യ ഓർമ്മപ്പെടുത്തുക, ഭർത്താവ് ഓർമ്മപ്പെടുത്തുക, അച്ഛൻ, അമ്മ, അതിനാവശ്യമില്ല എന്ന് പറയാം. ഈവൻ രാവിലെ എഴുന്നേൽക്കണം നിങ്ങൾക്കെങ്കിൽ ഒരു പരസഹായം, ഈ പലതിനും നമ്മൾ സ്വയം ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ചിലരെ സംബന്ധിച്ച് ഇത് സ്ഥിരമാണ്. നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. അങ്ങ് ദൂരെയുള്ള അമ്മയാണ് മോനെ ടെലിഫോൺ ചെയ്ത് ഉണർത്തുന്നത്. ഇവൻ എണീറ്റില്ലല്ലോ. അവനാണെങ്കിൽ ഇങ്ങനെ ഒരു വഷളൻ, ഇതിനു വേണ്ടി. എന്നിട്ട് ഫോൺ അടിച്ചാൽ അറിയാം, എടുക്കില്ല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. അപ്പോൾ ഇവർക്കൊരു ടെൻഷൻ. അപ്പം ഇതൊക്കെ എന്താണ്? ഈ ആത്മവിനിഗ്രഹ എന്നുള്ളതിൽ പെടുന്നതാണ്. തനിക്ക് തന്നിൽ നിയന്ത്രണമേ ഇല്ല ഒരു കാര്യത്തിലും. രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിലാണെങ്കിലും മറ്റു വികാര വിചാരങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാൻ എപ്പോഴും മുല്ല നസറുദ്ദീൻ്റെ തമാശ ഉണ്ടല്ലോ പറയുന്നത്. മൂപ്പരിങ്ങനെ മധുരം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഭാര്യയെ വിളിച്ച് ശകാരിക്കുക, എടി നീ എന്താണ് വന്ന് എന്നോട് ഇത് കഴിക്കുന്നത് നിർത്താൻ പറയാത്തത് എന്ന്. ഇതുപോലെയാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് ആത്മവിനിഗ്രഹ, ആത്മാനം വിശേഷേണ നിതാന്തം ഗൃഹ്യതേ ഇതി ആത്മവിനിഗ്രഹ. വിശേഷവിധിയായി നന്നായി തന്നെ സ്വാധീനപ്പെടുത്തുക. നമ്മൾ തന്നെയാണ് നമ്മുടെ മാസ്റ്റർ. അപ്പോഴാണ് സ്വാമി എന്ന് പറയുന്നത്. അതിനെയാണ് സ്വാമി എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഉടമ അവനാരോ സ്വാമി, അല്ലാതെ കാഷായവും രുദ്രാക്ഷവും അതൊന്നുമല്ല. സ്വാമി എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വാമി. ഞാൻ സ്വാമിയാണ്. ആത്മവിനിഗ്രഹ. തുടർന്ന് അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ. ഇത്ര വരെയാണ് ആദ്യത്തെ 8 ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരമേവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം. എന്തൊക്കെയാണ്? ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, അനഹങ്കാര ഏവച്ച്,
ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനു ദർശനം. ഇന്ദ്രിയാർത്ഥേഷു, ഇന്ദ്രിയങ്ങളിലും ഇന്ദ്രിയ വിഷയങ്ങളിലും. എന്തൊക്കെയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ? ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികൾ. അതിൽ എന്താ? വിരക്തി എന്ന് പറയാം, രാഗമില്ലായ്മ. ആ രാഗമില്ലായ്മ എന്നത് അറിവ് കൊണ്ട് നേടുന്നതാണ്. അറിവ് കൊണ്ടാണ്. കാരണം മറ്റേത് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, മധുസൂദനൻ നായർ സാറിൻ്റെ ഒരു കിളിയും 5 വേടന്മാരും. കിളി നമ്മളാണ്, നിഷ്കളങ്കരായിട്ടുള്ള നിഷ്കുവായിട്ടുള്ള നമ്മൾ. പിന്നെയോ വേടന്മാർ ചുറ്റുമുണ്ട്. ആരൊക്കെയാണ് ഇവർ? ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരം അവളെ കാണിച്ചു. കിളി കാട്ടിലേക്കുള്ള വഴി ചോദിച്ചതാ. കാട്ടിൽ പോണ വഴിയേത് കാട്ടിത്തരുവാനാരുണ്ട്? കാടറിയാ കിളി കഥയറിയാ കിളി കരളാൽ ഒരു മൊഴി ചോദിച്ചു, കരളാൽ ഒരു മൊഴി ചോദിച്ചു. എങ്ങനെയാ കാട്ടിലേക്ക് പോവുക? എങ്ങനെയാണ് ലക്ഷ്യത്തെ പ്രാപിക്കുക? നമ്മുടെ എന്തിനു ജനിച്ചു? എന്താണ് നമ്മുടെ ഉദ്ദേശം? ഇതൊക്കെയാണ് കിളിയായിട്ട് നമ്മൾ തന്നെയാണ്. അപ്പോഴോ കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി. കണ്ണിന് കാണാൻ പറ്റാത്ത തോഴൻ അതാരാണ്? നമ്മുടെയൊക്കെ ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേ എന്ന് പറയുന്ന തോഴൻ. എപ്പോഴും മൂപ്പര് നേരായ വഴിയാ പറയുക. കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി. ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് പറയാം. തളരരുത്, ഞാനുണ്ട്. കണ്ണിനു കാണാത്തോഴൻ കിളിയുടെ കൂട്ടിനു പോകെ വഴി ചൊല്ലി. ഇനിയും ഒരാറു കടക്കേണം കിളി ഇറനുടുത്തു നടക്കേണം. കാണാൻ കൈത്തിരി കരുതേണം കിളി കല്ലും മുള്ളും താണ്ടേണം. കുറച്ച് പെടാപ്പാടൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. അടുക്കും ചിട്ടയും അതും ഇതൊക്കെ ആവശ്യമുണ്ട്. നമ്മൾ ഈ കവിത ഇതിനു വേണ്ടിയിട്ട് വിസ്തരിച്ചെടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ അത് ഉണ്ട് എന്നാ തോന്നുന്നു. ഇല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ എടുക്കാം. അപ്പോഴോ അന്നേരം വന്നവളോടോതി 5 കരിവേടന്മാർ. 5 വേടന്മാർ നമ്മുടെ അടുത്തേക്ക് വന്നു. ആരാണ് ഇവർ? ശബ്ദസ്പർശരസരൂപഗന്ധാദികൾ. ഒന്നാം വേടൻ കണ്ണിറയും നിറമായിരം അവളെ കാണിച്ചു. അതെ, കാഴ്ചകൾ. ഇന്നിപ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഫോണിൽ തന്നെ കാഴ്ചകളുടെ മാലപ്പടക്കം. രണ്ടാമത്തവനെരിമണമേറ്റിയ പൂവുകളെ മണപ്പിച്ചു ഗന്ധം. മൂന്നാമത്തവനോ മുന്തിരി നീര് കുടിപ്പിച്ചു. മുന്തിരി ജ്യൂസിലാണ് തുടങ്ങിയത്, പിന്നെ അത് പൊളിപ്പിച്ച് അങ്ങനെ തുടങ്ങിയത്. കൊട്ടുവടിയിൽ അവസാനിച്ചു. ഇവനൊരു വടിയായപ്പോൾ. ഇങ്ങനെ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളാകുന്ന വേടനിൽ അകപ്പെടുന്ന ഒരു ദുരവസ്ഥ. അതിനെ അതിജീവിക്കണമെങ്കിൽ അത് ഏതാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലും നമുക്ക് എന്തു വേണം? ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. വിഷയങ്ങളിൽ വൈരാഗ്യം, രാഗമില്ലായ്മ. കാരണം അതിൻ്റെ നിരർത്ഥകത ബോധിക്കുക. അതിനെതിരായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അല്പം മുകളിലേക്ക്. അതാണ് അതിൻ്റെ താല്പര്യം. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം. തുടർന്ന് 11ാമത്തെ ഗുണമായിട്ട് പറയുന്നു അനഹങ്കാരഃ. അനഹങ്കാരം, അഹങ്കാരം ഇല്ലായ്മ. ന അഹങ്കാരോ ഭവതീതി. ഞാൻ വലിയ കേമനാണ് എന്നുള്ള ഭാവം ഇല്ലായ്മ. തുടർന്ന് ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം.
അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ജന്മ എന്ന് പറഞ്ഞാൽ? ജനനം. നമ്മൾ ഓൾറെഡി ജനിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തുണ്ട്? നമ്മുടെ കൂടെ തന്നെ ഇതൊരു പാക്കേജാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. മരണം, പിന്നെയോ വാർദ്ധക്യം, രോഗം, ജന്മ, മൃത്യു, ജര, വ്യാധി. ഇതിൽ ദുഃഖം എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. അതിനെ കാണണം നമ്മൾ. അപ്പം ഈ ജീവിതത്തിൽ നമ്മൾ അരുത് എന്ന് അങ്ങോട്ട് കരുതരുത്. എങ്ങനെ? സുഖമായിരിക്കണോ? ആ സുഖം. എന്തൊക്കെ ദുഃഖം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ സുഖം. ആ സുഖം, പോണു, ഇങ്ങനെ പോണു. എങ്ങനെ പോണു? ആ നന്നായി പോണുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല, തട്ടിയും മുട്ടിയും പോണു, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇത് കൂടെ ഉള്ളതാണ്. ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ദുഃഖം 3 തരത്തിലാണ്: ആദി ദൈവികം, ആധ്യാത്മികം, ആദി ഭൗതികം. നമുക്ക് ഏത് ഗണത്തിൽ വേണമെങ്കിലും ഇതിനെയൊക്കെ പെടുത്താം. ഏതായാലും ജന്മ, മൃത്യു, ജര, വ്യാധി, ഇതിനെന്തുണ്ട്? ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. ഈ 6 വികാരങ്ങൾക്ക് വിധേയമാണ്. എന്തൊക്കെയാണ്? അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരീണമതേ, അപക്ഷീയതേ, വിനശ്യതി ഇതി ഷഡ്വികാരവതേതത് സ്ഥൂല ശരീരം. ഉണ്ടായി, നിലനിന്ന്, വളർന്ന്, പെരുകി, ക്ഷയിച്ച് നശിക്കുന്നത് ഈ വികാരത്തിന് വിധേയമാണ്. ഇത് എന്തിനെ കുറിച്ചായി പറയുന്നത്? നമ്മുടെ ശരീരത്തെക്കുറിച്ച് വിസ്തരിക്കുകയാണ്. അപ്പോൾ അതിൽ എന്താണ്? അതുണ്ട്. പുത്രധാര ഗൃഹാദിഷു തുടർന്ന് 10ാമത്തെ ശ്ലോകം. അസക്തിരനഭിഷ്വംഗഃ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. ഈ ശ്ലോകങ്ങളെല്ലാം നമ്മൾ ആദ്യം 12 വരെ ചൊല്ലിയിട്ടുള്ളതാണ്. എങ്കിലും ഓരോരോ ഭാഗങ്ങളായിട്ട് പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒന്നുകൂടെ ചൊല്ലുന്നു. 10ാമത്തെ ശ്ലോകത്തിലാണ്. അസക്തി അനഭിഷ്വംഗഃ ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം. ഇഷ്ടാനിഷ്ടോപപത്തിഷു എന്തിലൊക്കെ നമുക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്. ഈ അതെന്തെങ്കിലും ആവട്ടെ, ഭഗവാൻ പറയും ആഗമാപായിന അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. മറ്റൊരിടത്ത് നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, ഇതിലൊക്കെ തന്നെ എന്താണ്? നിത്യം സമചിത്തത്വം. അപ്പം ഇഷ്ടാനിഷ്ട പ്രാപ്തികളിൽ എപ്പോഴും സമബുദ്ധി എന്നുള്ളതാണ്. എന്താണ്? മനസ്സിലാക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് പോയി, എന്തോ ആവാം, ഒരാളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കാം, അയാൾ പറഞ്ഞു വന്നോളാനൊക്കെ, തിരക്കുള്ള ആളാണ്. പക്ഷെ ചെന്നപ്പോഴോ മൂപ്പര് അതിലും വലിയ തിരക്കിൽ പെട്ടു. അപ്പോൾ നമ്മളെന്താ കാണുക? എന്നാലും നമ്മളോട് വന്നോളാൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ? പക്ഷെ നമ്മൾ ആ ആളുടെ ഒരു പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി, എന്നേക്കാൾ പ്രധാനപ്പെട്ട ആൾക്ക് കാണേണ്ടുന്ന ആൾ, അത് അദ്ദേഹത്തിൻ്റെ മാത്രം ആവശ്യമല്ല, അത് മറ്റ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളൊരു മിനിസ്റ്ററെയാണ് കാണാൻ പോകുന്നതെങ്കിൽ പെട്ടെന്നായിരിക്കും എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിലുള്ള ഒരു മീറ്റിങ്ങിലേക്ക് അദ്ദേഹം കയറുന്നത്. അപ്പോൾ നമ്മളെ കാണാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഓരോരുത്തർക്കും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ വരുന്നില്ല, ഒരിക്കൽ പോയി മതിയായി. അങ്ങനെയല്ല.
അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം, ആ സമചിത്തത അത് നമ്മൾ കൈയൊഴിയരുത്. അത് കൈയൊഴിയാതിരിക്കണമെങ്കിൽ എന്തു വേണം? ഇതിനെ മനസ്സിലാക്കുക, സാഹചര്യത്തെ മനസ്സിലാക്കിയാൽ മതി. അതിനതുപോലെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. ഈ കാണണം എന്ന് വിചാരിച്ച ആളോട് തന്നെ നമ്മൾ പിന്നെ കാണാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഈ കാര്യം പറയാം, അതെ എന്നേക്കാൾ പ്രധാനപ്പെട്ടത് നമ്മുടെ കൂടിക്കാണലിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി വരുമ്പം അതിലൊന്നും അതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് അങ്ങനെയല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിലോ അവർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഏത് കാര്യത്തിലും ഇങ്ങനെയാണ്. അപ്പം നമ്മൾ വീടുകളിൽ തന്നെ ഉണ്ടല്ലോ ഓരോന്നും. എന്നാൽ സാധനം കൊണ്ടുവരാമെന്ന് പറഞ്ഞു, ഞാൻ എന്തായാലും കൊണ്ടുവരാമെന്ന് പറഞ്ഞു, വന്നപ്പോഴോ മുമ്പിൽ മറന്നുപോയി. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കും. ആ ശരി, കുഴപ്പമില്ല, ഇത് പതിവാക്കരുതേ. അപ്പോൾ എപ്പോൾ നാളെ വേണ്ടിക്കോ? ആ അല്ല ഞാൻ ഇപ്പോൾ പോട്ടെ, അതാ നല്ലത്, വിടുക, പറഞ്ഞു വിടുക, കുഴപ്പമൊന്നുമില്ല, പോയി വരട്ടെ, ഞാനും വരാമെന്ന് പറഞ്ഞു, കൂടെ ഇറങ്ങിക്കോ. അപ്പം ഇതൊക്കെ നമുക്ക് അങ്ങനെ ഹാൻഡിൽ ചെയ്യാം. ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം 15. പിന്നെയോ മയി അസക്തിരനഭിഷ്വംഗ പുത്രധാരഗൃഹാദിഷു നിത്യം പുത്രധാരഗൃഹാദിഷു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുത്രൻ, ആരാ പുത്രൻ? നമ്മുടെ പുത്രൻ തന്നെ. ധാര ഭാര്യ, ഗൃഹാദിഷു ഗൃഹം, ഇതിലൊക്കെ എന്താണ്? അസക്തി. കൂടുതൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കേണ്ട എന്ന് പറയാം. കാതേ കാന്ത കസ്തേ പുത്ര സംസാരോയം അതീവ വിചിത്ര, ശങ്കര ഭഗവത്പാദർ ചോദിച്ചിട്ടുള്ളത്. ആരാ നിൻ്റെ ഭാര്യ, ആരാ നിൻ്റെ മകൻ? നീ എന്താണ് ഈ ഭാര്യ മോൻ എന്നൊക്കെ പറഞ്ഞ് ഓടുന്നത്? എവിടേക്കാണ് നിൻ്റെ ഓട്ടം? അപ്പം ഇതാണ് എൻ്റെ എല്ലാം. ചിലരങ്ങനെയുണ്ട്. കെട്ടിയോളാണ് എൻ്റെ മാലാക. അയോ നല്ലത്, ഒക്കെ ഒരു ഭംഗി വാക്കാണ് മോനെ, സത്യം അതല്ല. അതുകൊണ്ട് പുത്രധാരഗൃഹാദിഷു അസക്തി അസക്തി, അതിൽ കൂടുതൽ എന്താണ്? അനഭിഷ്വംഗ, അതിൽ കൂടുതൽ മമത്വം പുലർത്തേണ്ടതില്ല. പിന്നെ ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം, നിത്യം എപ്പോഴും സമചിത്തതയെ കൈവിടാതെ സൂക്ഷിക്കുക. തുടർന്ന് മയി ചാപ്യനന്യയോഗേന ഭക്തിരവ്യഭിചാരിണീ വിവിക്തദേശസേവിത്വം അരതിർജനസംസദി അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്വദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോന്യഥാ. ഇത്ര വരെയാണ് ജ്ഞാനത്തിൻ്റെ ലക്ഷണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? വിവിക്തദേശസേവിത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിജനമായ ഇടത്ത് വിവിക്തദേശസേവിത്വം എന്ന് പറഞ്ഞാൽ വിജനതയിൽ ഇരിക്കുക എന്നുള്ളതാണ് ഒന്ന്. ജനക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇടയ്ക്ക് നിങ്ങൾക്ക് തോന്നാറില്ലേ ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ട്വിറ്റർ, മറ്റത് മറിച്ചത് ഇതൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കണം? രസമാണ്. ഇടയ്ക്കൊന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. വീട് വിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് 2 ദിവസം, ഒരു ദിവസം പരിശീലിക്കുന്നു.
ഇനി വീട് വിട്ടിട്ട് തന്നെ വേണമെന്നില്ല, വീട്ടിൽ തന്നെ ആവാം. വീട്ടിൽ തന്നെ എല്ലാവരോടും പറഞ്ഞാൽ മതി, ഞാനൊരു പരീക്ഷണം നടത്താൻ പോവാ. അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ അറിയുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ പല തെറ്റിദ്ധാരണയുണ്ടാവും, എന്തോ പ്രശ്നമായിട്ട് പോയതാണ്. അങ്ങനെ തലേന്ന് അതിനെക്കുറിച്ച് വളരെ വിസ്തരിച്ച് തന്നെ സംസാരിക്കുക. ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു ആശയം പറയുന്നുണ്ട്. ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, സ്വസ്മിൻ സ്ഥീയതേതി ഭാവഹാന, ഞാനായിട്ടിരിക്കുക. അപ്പം ഞാൻ നാളെ ഈ പത്രവായനയില്ല, ന്യൂസ് കാണലില്ല, യാതൊരു സംഗതിയില്ല. ഭക്ഷണമൊക്കെ കഴിക്കുവേ, സംസാരം ആവശ്യത്തിന് മാത്രം, വായന പോലുമില്ല. ഒരു ദിവസം ഞാൻ പരീക്ഷിക്കാൻ പോവാം. ഞാൻ പിന്നെ നിങ്ങൾ എവിടെയും പോയിക്കോ, ഇവിടെ തന്നെ നോക്കട്ടെ. എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ ഇടപെടാതെ മിണ്ടാതിരിക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങളുടെ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങൾ ടി വി വെക്കാതിരിക്കുക, എന്ത് വേണമെങ്കിലും. അങ്ങനെ കൂട്ടത്തിൽ ഈ ബഹളങ്ങളുടെ ഇടയിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടോയെന്ന് വീട്ടിലൊരു പരീക്ഷണം നടത്തി നോക്കും. മറ്റേത് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്, ദേഷ്യപ്പെട്ടിട്ടാണ്. ഭക്ഷണം ഉപേക്ഷിച്ച് ആരോടും മിണ്ടാതെ ഡോറൊക്കെ ഉച്ചത്തിലടച്ച് അതിൻ്റെ വിജാവരി ഇളകിപ്പോകുന്ന വിധത്തിൽ ഒരു അടയ്ക്കലൊക്കെ അടച്ച്, എന്തെങ്കിലുമൊക്കെ കണ്ണിൻ്റെ മുന്നിൽ കണ്ട അതിനെയൊക്കെ എന്താ പറയുക, റൊണാൾഡോ അടിക്കുന്നത് പോലെ അടിച്ച്, അങ്ങനെയുള്ളതല്ല. ഇതെല്ലാവരുമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു രസം ഉണ്ടാവും, അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. എന്ത് ചെയ്യുക? വിവിക്തദേശ സേവിത്വം. ഇന്ന് പ്രായോഗികമായിട്ട് വിജനതയെ പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എത്രയോ സ്ഥലങ്ങളുണ്ട് നമുക്ക് പോയി ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അവിടെ ആകുമ്പോൾ മറ്റു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വന്നോളൂ, ആശ്രമത്തിലേക്ക് വന്നോളൂ, സുസ്വാഗതം. ശാന്തമാണ്, അവിടെ വെറുതെ ഇരിക്കാം, ആരും നിങ്ങളെ ഒന്നിനും ശല്യം ചെയ്യില്ല. പരിശ്രമിച്ചു നോക്കൂ. അതൊരു പ്രധാനപ്പെട്ട 17ാമത് മൂല്യമായിട്ട് പറയണു. വിവിക്ത ദേശ സേവിത്വം. വിജനവാസം, ആ ജനസംസതിയിൽ അരതി, അതിൽ താല്പര്യമില്ലാതെ ഇരിക്കുക. അധ്യാത്മജ്ഞാന നിത്യത്വം. അധ്യാത്മജ്ഞാനം, ആ ആത്മീയ ജ്ഞാനത്തിൽ, ആത്മജ്ഞാനത്തിൽ എപ്പോഴും നിലയുറപ്പിക്കാനുള്ള ഒരു പരിശീലനം. അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ. ഇതൊക്കെ ഇങ്ങനെ പരിശീലിക്കുക, ആവർത്തിച്ച് ഇതിനെയൊക്കെ പരിശീലിക്കുക. അധ്യാത്മജ്ഞാന നിത്യത്വം. തത്വജ്ഞാനാർത്ഥ ദർശനം. തത്വജ്ഞാനത്തിൻ്റെ ആ പ്രയോജനത്തെ കണ്ടെത്തുക. ഏതത് ജ്ഞാനം ഇതി, ഇപ്പറഞ്ഞതാണ് ജ്ഞാനം എന്ന് പ്രോക്തം പറയപ്പെട്ടിരിക്കുന്നു. അന്യത ഏത്, ഇതിൽ നിന്ന് മറ്റുള്ളതായിട്ടുള്ള എന്തൊക്കെയാണോ ഉള്ളത്, അജ്ഞാനം ഏവച്ച, അതെല്ലാം അജ്ഞാനത്തിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞേക്കുക. എന്തൊക്കെയാണ്? ഒരിക്കൽ കൂടി പറയണു. ഒന്നാമത്തത് അമാനിത്വം, മാനി എന്ന ഭാവത്തെ ഇല്ലാത്തത്. 2 അദംഭിത്വം, ദമ്പമില്ലായ്മ. ഒന്ന് ബുദ്ധിപരമാണെങ്കിൽ മറ്റൊന്ന് കർമ്മപരമാണ്, നമ്മൾ വിസ്തരിച്ച് കണ്ടതാണ്. 3ാമത്തത് അഹിംസ, ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക. 4ാമത്തത് ശാന്തി, ക്ഷമ, സമാധാനം. 5 ആർജവം, വക്രതയില്ലായ്മ, സരളത. 6 ആചാര്യോപാസനം, ഒരാചാര്യൻ്റെ സാന്നിധ്യം.
7 ശൗചം 5 വിധത്തിൽ പറഞ്ഞു. മനഃശുദ്ധി ഉൾപ്പെടെ ശരീരശൗചം, വാക്ശൗചം, കർമ്മശൗചം, കുലശൗചം ഇത്യാദി ശൗചങ്ങളെല്ലാം. 8 സ്ഥൈര്യം, സ്ഥിരത. 9 ആത്മവിനിഗ്രഹ, ആത്മസംയമനം. 10 ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, ഇന്ദ്രിയ വിഷയങ്ങളിലുള്ള വിരക്തി. 11 അനഹങ്കാര, അഹങ്കാരമില്ലായ്മ. 12 ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം, ജനനം, മരണം, വാർദ്ധക്യം, രോഗം, ഇതിലൊക്കെ ദുഃഖം എന്ന ദോഷത്തെ ദർശിക്കാം. പിന്നെയോ 13 പുത്രദാരഗൃഹാദിഷു അസക്തി, പുത്രൻ, ഭാര്യ, ഗൃഹം ഇതിലൊക്കെ എന്താണ്? അതിൻ്റെയൊക്കെ അനിത്യതയെ ബോധിക്കുക. അനഭിഷ്വംഗ, അതിലൊന്നും താൻ എന്ന ഭാവം ഇല്ലാതിരിക്കുക, അതിനോടൊക്കെ ഡിറ്റാച്ച്ഡ് ആവുക. 15 ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം സമചിത്തത്വം, ഇഷ്ടാനിഷ്ട പ്രാപ്തികളിൽ എപ്പോഴും സമബുദ്ധിയെ കൈവരിക്കുക. 16 എന്താണ്? മയി അനന്യയോഗേന അവ്യഭിചാരിണി ഭക്തി. ഇത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം. എന്നിൽ, ആരിൽ? ഭഗവാനിൽ. എങ്ങനെ? അനന്യയോഗേന, മറ്റൊന്നില്ലാതെ. ഇവിടെ വേറെ ഒന്നുമില്ല എന്ന് പറയാം. അതാണ് സാത്വ അസ്മിൻ പരമപ്രേമരൂപ എന്നാണ് ഭക്തിക്ക് നിർവചനം പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ അനന്യയോഗേന അവ്യഭിചാരിണി, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പതിക്കുക എന്നതാണ്. ഇവിടെ അവ്യഭിചാരിണി, തെന്നിപ്പോകാതെ, പതിക്കാത്ത ഭക്തി. അതാണ് 16. 17 വിവിക്ത ദേശസേവിത്വം, ജനസംസതി അരതി, ജനക്കൂട്ടത്തിൽ താല്പര്യമില്ലായ്മ, വിജനതയിൽ ഇരിക്കുക. 19 അധ്യാത്മജ്ഞാന നിത്യത്വം, ആത്മീയ ജ്ഞാനത്തിൽ മനസ്സിനെ എപ്പോഴും ഉറപ്പിക്കുക. ഇതന്നെ തത്വജ്ഞാനാർത്ഥ ദർശനം, തത്വജ്ഞാനത്തിൻ്റെ അതിൻ്റെ പ്രായോഗികതയെ കണ്ടെത്തുക, അനുഭവപ്പെടുത്തുക. ഇതാണ് പരമപ്രധാനമായിട്ടുള്ളത്. ഏതത് ജ്ഞാനം ഇതി പ്രോക്തം, ഇപ്പറയപ്പെട്ടിട്ടുള്ളതെല്ലാം ജ്ഞാനം എന്ന് പറയുന്നു. ഇതിൽ നിന്ന് അന്യതായത്, അതെല്ലാം തന്നെ അജ്ഞാനം ഏവച, ഇതിൽ നിന്ന് അന്യമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതെല്ലാം അജ്ഞാനമാകുന്നു. ഇത്രയാണ് ഈ 13 അധ്യായത്തിൽ ജ്ഞാനത്തിൻ്റെ ലക്ഷണമായിട്ട് ഭഗവാൻ പറഞ്ഞത്. തുടർന്ന് 13 അധ്യായത്തിലെ 13 ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയുന്നു, ജ്ഞേയം യത് യത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദി മത്പരം ബ്രഹ്മ ന സത്തന്നാസദുച്യതേ. ജ്ഞേയം യത് യത്, ജ്ഞേയം യത് തത് അഹം പ്രവക്ഷ്യാമി. യത് ജ്ഞാത്വാ അമൃതം അശ്നുതേ, യത് ജ്ഞാത്വ, യാതൊന്നിനെ അറിഞ്ഞിട്ട് അമൃതം അശ്നുതേ, അമൃതത്തെ, മോക്ഷത്തെ പ്രാപിക്കുമോ, അതിനെ, ജ്ഞേയം അറിയേണ്ടതായിട്ടുള്ള അതിനെ, തത് പ്രവക്ഷ്യാമി, അതിനെ ഞാൻ പറയാം. എന്തുകൊണ്ടെന്നാൽ പരം തത്, ആ പരമമായിട്ടുള്ള തത് ബ്രഹ്മ, അനാദിമത്, അത് ആദിയുള്ളതല്ല എന്ന് പറയും. അതുപോലെ തത് സത്, അത് സത്തെന്നും അസത് വെച്ച അസതെന്നും ന ഉച്യതേ, പറയപ്പെടുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഭാഗം ഭഗവാൻ ഒരു ആമുഖം ചമച്ചുകൊണ്ട് പറയുകയാണ്. അർജുന, വളരെ ശ്രദ്ധയോടുകൂടി നീ കേട്ടാലും നമുക്ക് ഈ ഭാഗം നാളെ ചിന്ത ചെയ്യാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.